കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ കിച്ചു സുധി ഉണ്ടെങ്കിൽ ഒരു ഉദ്ഘാടനത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചുകൊണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതെനിക്ക് രേണുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്താണ് അഭിപ്രായം, ഇപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള റൂമേഴ്സൊക്കെ പോകുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്തോ പറയാമെന്നുള്ള രീതിയിലായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ കിച്ചു ഉണ്ടെങ്കിൽ ഒരു മറുപടിയും കൊടുത്തിട്ടില്ലായിരുന്നു. ആ സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൂപ്പർ എന്നുള്ള രീതിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. അതല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഏതൊരു ഓൺലൈൻ മീഡിയാസ് ഇതേണക്കുണ്ടെങ്കിൽ രേണുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. കിച്ചുവിനുണ്ടെങ്കിൽ ഒരുപാട് ഇതേണക്കത്തുള്ള ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തുവാണ് പറയാനുള്ളത് എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ രേണുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ രേണു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൂപ്പർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ എന്തോ അങ്ങനെ പറയാൻ കാരണം എന്നുള്ള രീതിയിൽ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതേണക്ക് രേണു സുധി പറയുന്നത്, ഇതേണക്ക് എന്നെ കുറിച്ചുള്ളൊരു കാര്യമുണ്ടെങ്കിൽ ഓൺലൈൻ മീഡിയക്കാർ ചോദിക്കുമ്പോൾ അവനും ഉണ്ടെങ്കിൽ ഇതേണത്തുള്ള കാര്യമല്ലേ പറയുന്നത്, സൂപ്പർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനും പറയുന്നത്, ഞാൻ അവനെ വളർത്തിയതാണ്, ഇതേണത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല. അവനെ ഉണ്ടെങ്കിൽ ചെറുപ്പത്തിലേ എൻ്റെ കൈ കിട്ടിയത് അന്ന് മുതലുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ ആയിരുന്നു. എന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ എന്നെ പറ്റി ഉണ്ടെങ്കിൽ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നുള്ള രീതിയിലായിരുന്നു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്.